അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. നമ്മളെ കുട്ടീസിനൊക്കെ ഉപകാരമാകുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ 2 ബോട്ടിലെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ വെച്ചിട്ട് കുട്ടികളുടെ പെന്ന്, പെൻസിൽ, റബ്ബർ എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പൗച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ ഒരു അടയാളം കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ഏത് ബോട്ടിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒരു പേന കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. 4 ലൈനിലൂടെ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ബോട്ടിൽ, കാർഡ്ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഈ കട്ട് ചെയ്തെടുത്ത ഈ ചെറിയ പീസാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിക്കുക. ഒരു ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതി. അത് ഇതിൻ്റെ വക്കൊന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും മതി. ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിത് ചെറുതായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുള്ളൂ. നല്ല ഡിസൈനൊക്കെ ചെയ്തെടുത്താൽ പൗച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബോട്ടിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡിസൈനൊക്കെ കുട്ടികൾ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തോളും. നല്ല കളറിലുള്ള പെയിൻ്റൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിൻ്റെ ആ ചെറിയ പീസിലും കൂടി ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2ലും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സിബ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഒരു സിബ് എടുത്തിട്ടുണ്ട്. ഈ സിബ് ഇനി ഇതിൽ പിടിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. സിബിൻ്റെ ഒരു ഭാഗം ചെറിയ പീസിലും മറ്റേ ഭാഗം വലിയ പീസിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ പീസിൽ മുഴുവനായിട്ടും സിബ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ സിബിൻ്റെ മറ്റൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ആ വലിയ പീസിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതും മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി സിബ് അടിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലേസോ മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ലേസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണതാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനൊരു ഫ്ലവർ വെച്ചെടുക്കുന്നുണ്ട്. താഴെയും ഒരു ലേസ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. പെന്നും പെൻസിലൊക്കെ ഇതിലിട്ടിട്ട് കുട്ടികളെ സ്റ്റഡി ടേബിളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതിൽ മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുത്തുകൊണ്ട് കുട്ടികളെ പേരൊക്കെ എഴുതിയിട്ട് ഒട്ടിക്കുക. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.